കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഫണ്ടമെന്റൽ തിയറം ഓഫ് അരിത്തമെറ്റിക് പഠിച്ചിരുന്നു. ഇന്നിവിടെ പഠിക്കാൻ പോകുന്നത് LCM and HCF. How to find the LCM and HCF of two numbers എന്നുള്ളതാണ്. LCM means the least common multiple and HCF means the highest common factor. രണ്ട് നമ്പേഴ്സ് നമ്മൾ കൺസിഡർ ചെയ്യാണ് 4 and 6. രണ്ട് നമ്പേഴ്സ് കൺസിഡർ ചെയ്താൽ മീൻസ് ദ ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ. അപ്പൊ അവിടെ മൾട്ടിപ്പിൾസ് ആണ്. 4ന്റെ മൾട്ടിപ്പിൾസും 6ന്റെ മൾട്ടിപ്പിൾസും എഴുതിയാൽ 4ന്റെ മൾട്ടിപ്പിൾസ് ആണ് 4, 8, 12, 16, 20, 24 etc. And the multiples of 6 are 6, 12, 18, 24 etc. അപ്പൊ ഇവിടെ 4നും 6നും ആയിട്ട് കുറച്ച് കോമൺ മൾട്ടിപ്പിൾസ് വരുന്നുണ്ട് അല്ലെ? ഏതൊക്കെയാണ് കോമൺ മൾട്ടിപ്പിൾസ് വരുന്നത്? 12 കോമൺ മൾട്ടിപ്പിൾ ആണ്. And then 24 is a common multiple. അപ്പൊ അത് കോമൺ മൾട്ടിപ്പിൾസ് ആണ്. 24 ഇനി അങ്ങോട്ട് വരുന്നുണ്ട് കോമൺ മൾട്ടിപ്പിൾസ്. അപ്പൊ ആ കൂട്ടത്തിൽ ഏറ്റവും ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ ആണ് ഏത്? 12 എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ദ LCM ഓഫ് 4 and 6. That is the least common multiple of 4 and 6 is 12. അതാണ് LCM എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതേ രീതിയിൽ മൾട്ടിപ്പിൾസ് എഴുതി നോക്കി LCM കണ്ടുപിടിക്കാന്ന് പറയുന്നത് എളുപ്പമല്ല. അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡ് ആണ്. ദാറ്റ് ഈസ് വി നീഡ് ടു റൈറ്റ് ദ പ്രൈം ഫാക്ടറൈസേഷൻ ഓഫ് 4 and 6. 4ന്റെയും 6ന്റെയും പ്രൈം ഫാക്ടറൈസേഷൻ എഴുതുക. 4നെ എങ്ങനെ എഴുതാം? 2 into 2 and 6 can be written as 2 into 3. ഈ രീതിയിൽ ആദ്യം പ്രൈം ഫാക്ടറൈസേഷൻ എഴുതുക. ദെൻ LCM എന്ന് പറയുന്നത് എന്ത് വരും? LCM 2 into 2 is 2 square and here it is 2 raised to 1 into 3 raised to 1. അപ്പൊ ഇവിടെയുള്ള നമ്പേഴ്സ് 2 ആണ് ആദ്യമുള്ള ഒരു നമ്പർ. അതിനകത്ത് ഹയസ്റ്റ് ആയിട്ടുള്ളത് ആരാണ്? 2 സ്ക്വയർ ആണ്. ഹയസ്റ്റ് പവർ ഉള്ള ഫാക്ടർ വേണം എടുക്കാനായിട്ട്. 2 സ്ക്വയർ ആണ് നമ്മൾ എടുക്കുന്നത്. 2 സ്ക്വയർ ഇൻറ്റു പിന്നെയുള്ള ഫാക്ടർ ഏതാണ്? 3. 3യുടെ വേറെ പവർ ഒന്നും ഇല്ലാത്തതുകൊണ്ട് 3 തന്നെ എടുക്കുക. സോ 2 സ്ക്വയർ is 4. 4 into 3 is 12. So 12 is the LCM. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡ് യൂസ് ചെയ്ത് LCM കണ്ടുപിടിക്കുന്നത്. തന്നിരിക്കുന്ന നമ്പേഴ്സിനെ പ്രൈം ഫാക്ടേഴ്സ് ആക്കുക. എന്നിട്ട് ഓരോ ഫാക്ടറിന്റെയും ഹയസ്റ്റ് വൺ. 3യുടെ ഇവിടെ ഹയസ്റ്റ് ഒരു ഫാക്ടർ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ അത് വേണം മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട്. ഓക്കെ, ഏതൊക്കെ നമ്പർ വന്നിട്ടുണ്ടോ അതിന്റെ എല്ലാം ഹയസ്റ്റ് പവർ. ഹയസ്റ്റ് പവർ ഇല്ലെങ്കിൽ വരുന്ന നമ്പർ ഏതാണോ അത് മൾട്ടിപ്ലൈ ചെയ്യാം. നമ്പർ 6 and 20. 6നെ 2 into 3 എന്ന് എഴുതാം. And 20 can be written as 2 into 2 into 5. Now LCM എന്ന് പറയുന്നത് എന്ത് വരും? 2 into 2 into 5 can be written as 2 square into 5. ഇവിടെ LCM 2 ഉണ്ട്, ഇവിടെ 2 സ്ക്വയർ ഉണ്ട്. സോ വി നീഡ് ടു ടേക്ക് 2 സ്ക്വയർ. 3ക്ക് വേറെ പവർ ഇല്ല. സോ വി നീഡ് ടു ടേക്ക് ദാറ്റ് 3. And 5നും വേറെ പവർ ഒന്നും ഇല്ല. സോ 5. So 2 square into 3 into 5. That is equal to 60. 60 is the LCM of 6 and 20. Okay, ഇതേ രീതിയിലാണ് LCM നമ്മൾ എഴുതുന്നത്. Now the next one is HCF. HCF is highest common factor ആണ്. അപ്പൊ അവിടെ ഫാക്ടേഴ്സ് ആണ് എഴുതേണ്ടത്. അപ്പൊ 4ന്റെ ഫാക്ടേഴ്സ്, 4നെ നമുക്ക് എങ്ങനെ എഴുതാം? 4 can be written as 1 into 4 and also 2 into 2. So the factors of 4 are 1, 2, 4. And 6 can be written as 1 into 6 and also 2 into 3. So the factors of 6 are 1, 2, 3 and 6. ഇതാണ് ഫാക്ടേഴ്സ്. ഫാക്ടേഴ്സ് ഓഫ് 4 എന്ന് പറയുന്നത് 1ഉം 2ഉം 4ഉം ആണ്. ഫാക്ടേഴ്സ് ഓഫ് 6 1, 2, 3 and 6. ഇതിനകത്ത് കോമൺ ഫാക്ടർ ആയിട്ട് വന്നേക്കുന്നത് 1ഉം 2 ആണ്. 1 എല്ലാ നമ്പറിന്റെയും കോമൺ ഫാക്ടർ ആണ്. അപ്പൊ അതല്ലാതെ കോമൺ ഫാക്ടർ ആയിട്ട് വന്നേക്കുന്നത് 2 ആണ്. അപ്പൊ വേറെ അതിനകത്ത് ഹയസ്റ്റ് സ്റ്റെപ്പ് കിടക്കുന്നത് ആരാണ്? 2. സോ ദ HCF ഓഫ് 4 and 6 is 2. ഇതേ രീതിയിൽ ഫാക്ടർ എഴുതി നോക്കി കണ്ടുപിടിക്കാന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. അവിടെ അപ്പൊ നമ്മൾ ഏതാ ഉപയോഗിക്കുന്നത്? പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡ്. അതായത് തന്നിരിക്കുന്ന നമ്പേഴ്സിനെ പ്രൈം ഫാക്ടേഴ്സ് ആയിട്ട് എഴുതുക. എന്നിട്ട് അപ്പൊ ഇവിടെ കോമൺ ആയിട്ട് വന്നിരിക്കുന്ന നമ്പർ ഏതാണ്? 2. രണ്ട് നമ്പേഴ്സിലും ആ ഒരു കോമൺ ഫാക്ടർ ഉണ്ടായിരിക്കണം. അപ്പൊ ഇവിടെ 2 ഉണ്ട്, ഇവിടെയും ഉണ്ട് 2. സോ ദ HCF is
ഓക്കെ, HCF എന്ന് പറയുന്നത് 2 ആണ്. അപ്പൊ വേറെ ഇവിടെ ഇനി ഒരു 2 കൂടെ ഉണ്ടായിരുന്നെങ്കിൽ we need to take that also. അപ്പൊ വേറെ 2 ഇനി കോമൺ ആയിട്ടില്ല, 3യും കോമൺ ആയിട്ടില്ല. സോ only one pair of 2 മാത്രമേ കോമൺ ആയിട്ടുള്ളൂ. സോ we need to take that 2. 6ന്റെയും 20യുടെയും കാര്യത്തിൽ വരുമ്പോഴോ അവിടെയും 2 മാത്രമേ കോമൺ ആയിട്ടുള്ളൂ. സോ the HCF is okay. 1.1 first question. Express each number as a product of its prime factors. ഈ തന്നിരിക്കുന്ന ഓരോ നമ്പറിനെയും അതിന്റെ പ്രൈം ഫാക്ടേഴ്സിന്റെ പ്രോഡക്റ്റ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. So the first one is 140. So 140, we can divide 140 with 2, that is equal to 70. Again we can divide it with 2, that is 35. Again we can divide it with 5, that is 7. Divide with 7, 1. So 140 can be written as 2 into 2 into 5 into 7, or 2 square into 5 into 7. Similarly, 156 can be written as 2 square into 3 into 13. 3825 can be written as 3 square into 5 square into 17. And 5005 can be written as 5 into 7 into 11 into 13. And 7429 can be written as 17 into 19 into 20. ഇതേ രീതിയിൽ നിങ്ങൾ ഡിവൈഡ് ചെയ്ത് നോക്കിയിട്ട് വേണം ഇതിന്റെ പ്രൈം ഫാക്ടേഴ്സ്. അപ്പോൾ എഴുതുമ്പോൾ ഇതേ രീതിയിൽ അസെൻഡിങ് ഓർഡറിൽ എഴുതാനായിട്ട് മാക്സിമം നോക്കുക. ഓക്കെ, now the next question. Find the LCM and HCF of the following pairs of integers and verify that LCM into HCF equal to the product of numbers. The first one is 26 and 91. We need to find the LCM and HCF. അതിനു മുമ്പ് ആദ്യം 26നെയും 91നെയും പ്രൈം ഫാക്ടേഴ്സ് ആയിട്ട് എഴുതുക. 26 can be written as 2 into 30. പ്രൈം ഫാക്ടേഴ്സിന്റെ പ്രോഡക്റ്റ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യുമ്പോൾ 26നെ എങ്ങനെ എഴുതാം? 2 into 13. And 91 can be written as 7 into 30. Now the LCM. LCM എന്ന് പറയുമ്പോൾ എല്ലാ ഫാക്ടേഴ്സിന്റെയും പ്രോഡക്റ്റ് എഴുതണം. ഹയസ്റ്റ് ഫാക്ടർ ഉണ്ടെങ്കിൽ അത് 2 ഉണ്ട്. ഇവിടെ വേറെ ഹയസ്റ്റ് ഇല്ലാത്തത് കൊണ്ട് we need to take that number 7 into 30. So 2 into 7 into 13 is 182. And the HCF. HCF എന്ന് പറയുമ്പോൾ രണ്ട് നമ്പേഴ്സിലും കോമൺ ആയിട്ട് വരുന്നത്. സോ കോമൺ ആയിട്ട് വരുന്നത് 13 മാത്രമേ ഉള്ളൂ. സോ HCF is 13. Now we need to verify that LCM into HCF equal to the product of numbers. LCM into HCF is 182 into 13, that is equal to 2366. And the product of numbers, the numbers are 26 and 91. 26 into 91 is also equal to 2366. So LCM into HCF equal to the product of numbers. So hence it is verified. Now the second one, 510 and 92. 510 can be prime factored as 2 into 3 into 5 into 17. And 92 can be written as 2 into 2 into 20, or 2 square into 20. Now the LCM is 2 factor ആണ്. 2ന്റെ ഹയസ്റ്റ് പവർ ആയിട്ടുള്ളത് 2 സ്ക്വയർ ആണ്. സോ അത് എടുക്കണം. 2 സ്ക്വയർ into then 3 into 5 into 17 into 20. So that is 23,460 ആണ് LCM എന്ന് പറയുന്നത്. And HCF. HCF ഇവിടെ രണ്ടിടത്തും 2 മാത്രമേ കോമൺ ആയിട്ടുള്ളൂ. So the HCF is 2. And now the product of LCM into HCF. LCM into HCF is 2 into 23,460, that is equal to 46,000.
9, 20. And the product of numbers 510 into 92. That is also equal to 46,920. So LCM into HCF equal to the product of numbers, hence verified. ഇനി third one നിങ്ങൾ homework ആയിട്ട് ചെയ്ത് നോക്കുക. Now the third question. Find the LCM and HCF of the following integers by applying the prime factorization method. So the first one is 12, 15, 21. 12, 15 and 21. We can write 12 as 2 into 2 into 3 and 15, 3 into 5 and 21, 3 into 7. Now the LCM is 2 ഒരു factor ആണ്, അതിന്റെ highest power ആയിട്ടുള്ളത് 2 square ആണ്. So 2 square into 3 is another factor, 3 into 5 into 7. So the answer is 420. So LCM is 420. And HCF ഈ മൂന്ന് നമ്പറിലും കോമൺ ആയിട്ടുള്ളത് 3 മാത്രമാണ്. So the HCF is 3. So the second and third one നിങ്ങൾ ചെയ്ത് നോക്കുക. And the fourth question, given that HCF of 306 and 657 is 9, find the LCM. So ഇവിടെ HCF തന്നിട്ടുണ്ട്, HCF equal to 9, and we need to find the LCM, and the numbers given as 306 and 657. രണ്ട് നമ്പേഴ്സും HCFും തന്നിട്ടുണ്ട്. We need to find the LCM. അപ്പൊ നമുക്ക് ഇതിനെല്ലാം കണക്ട് ചെയ്യുന്ന ഒരു റിലേഷൻ അറിയാം. HCF into LCM equal to the product of the numbers അല്ലെ, തന്നിരിക്കുന്ന നമ്പേഴ്സിന്റെ പ്രോഡക്റ്റിന് ഈക്വൽ ആണ്. HCF തന്നിട്ടുണ്ട് 9. 9 into LCM equal to 306 into 657. So LCM equal to 306 into 657 the whole divided by 9. 22,338. That is the LCM. ഇതേ രീതിയിൽ രണ്ട് നമ്പേഴ്സും LCMും തന്നു കഴിഞ്ഞാൽ HCFും നമുക്ക് കണ്ടുപിടിക്കാം. രണ്ട് നമ്പേഴ്സും HCFും തന്നു കഴിഞ്ഞാൽ LCMും കണ്ടുപിടിക്കാം. Now the fifth question. Check whether 6 raised to n can end with the digit 0 for any natural number n. 6 raised to n. ഈ എന്നിന് ഏത് വാല്യൂ, ഏതെങ്കിലും ഒരു നാച്ചുറൽ നമ്പർ, അതായത് 1, 2, 3, 4 എക്സെട്ര എന്ന് പറയുന്ന വാല്യൂ ഈ എന്നിന് കൊടുത്തു കഴിഞ്ഞാൽ 6 raised to n ലാസ്റ്റ് ഡിജിറ്റ് 0 ആകുമോ? അതായത് ഇപ്പൊ എന്നിന് 1, 6 raised to 1, അല്ലെങ്കിൽ 6 സ്ക്വയർ, 6 ക്യൂബ്, അതല്ലെങ്കിൽ 6 raised to 100, 6 raised to 150. ഈ രീതിയിൽ എന്നിന് നാച്ചുറൽ നമ്പർ വാല്യൂ കൊടുക്കുമ്പോൾ കിട്ടുന്ന ആൻസർ ഉണ്ടല്ലോ. അപ്പൊ 6 raised to 1 എന്ന് പറയുമ്പോൾ 6 തന്നെയാണ്, 6 സ്ക്വയർ 36 ആണ്, 6 ക്യൂബ് എന്ന് പറയുന്നത് 216 ആണ്. ഇതേ രീതിയിൽ ഈ നമ്പേഴ്സുകളൊക്കെ എഴുതുമ്പോൾ ഇതിന്റെ ഈ ലാസ്റ്റ് ഡിജിറ്റ് 0 ആകുമോ എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. ഇങ്ങനെയുള്ള എന്നിന് ഏതെങ്കിലും ഒരു വാല്യൂ കൊടുക്കുമ്പോൾ ഈ ലാസ്റ്റ് ഡിജിറ്റ് 0 ആകുമോ എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഇതേ രീതിയിൽ എഴുതി നോക്കി കണ്ടുപിടിക്കാൻ എളുപ്പമുള്ള കാര്യമല്ല. അപ്പൊ അതിന് നമുക്ക് ജനറൽ ആയിട്ടൊരു സൊല്യൂഷൻ ആണ് വേണ്ടുന്നത്. അപ്പൊ 6 raised to n, ഈ നമ്പേഴ്സ് 0യിൽ എൻഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ദാറ്റ് നമ്പർ ഷുഡ് ബി ഡിവിസിബിൾ ബൈ 5 അല്ലെ. ആ നമ്പറിനെ നമുക്ക് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഈ നമ്പറിന്റെ ലാസ്റ്റ് ഡിജിറ്റിൽ എവിടെയെങ്കിലും ഈ എന്നിന് ഏതെങ്കിലും ഒരു നമ്പർ കൊടുക്കുമ്പോൾ ആ കിട്ടുന്ന നമ്പറിന്റെ ലാസ്റ്റ് ഡിജിറ്റ് 0 ആണെന്ന് നമുക്ക് പറയാം. അപ്പൊ ഈ കിട്ടുന്ന നമ്പറുകളുടെ ലാസ്റ്റ് ഡിജിറ്റ് 0 ആകുക എന്ന് വെച്ചാൽ ദാറ്റ് നമ്പർ ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 10 ആയിരിക്കണം. അപ്പൊ 10 എന്ന് പറയുമ്പോൾ നമുക്കറിയാം 2 into 5 ആണ്. 2 into 5. അപ്പൊ ഈ വരുന്ന നമ്പറുകളിൽ ഏതെങ്കിലും നമ്പറിന് 2ഓ 5ഓ 2ഉം 5ഉം കൂടെ ഒരുമിച്ച് ഫാക്ടർ ആണെങ്കിൽ മാത്രമേ ഈ നമ്പേഴ്സിന്റെ ലാസ്റ്റ് ഡിജിറ്റുകളിൽ 0 വരും അല്ലെ. അപ്പം അതല്ലെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാം, ഇഫ് ദാറ്റ് നമ്പർ ഈസ് ഡിവിസിബിൾ ബൈ 5 there should be a 0 in the last digit. 0 ലാസ്റ്റ് ഡിജിറ്റിൽ വരണം എന്നുണ്ടെങ്കിൽ that number should be divisible by 5 ആയിരിക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 6 എന്ന് വെച്ചാൽ 6 can be written as 2 into 3. 6ന്റെ പ്രൈം ഫാക്ടറൈസേഷൻ എന്ന് പറയുന്നത്
2 into 3 ആണ്. 6 സ്ക്വയർ ആകുമ്പോൾ അതെന്താകും? 2 into 3 the whole square. അതായത് 2 square into 3 square ആണ് വരുന്നത്. 6 cube ആകുമ്പോഴോ that is 2 cube into 3 cube വരും. 6 raised to 100 ആകുമ്പോൾ that is 2 raised to 100 into 3 raised to 100. അതായത് 6 raised to n ഏത് പവർ എന്നിന് ഏത് വാല്യൂ കൊടുത്താലും ആ നമ്പറിനെ പ്രൈം ഫാക്ടർ ചെയ്യുമ്പോൾ അതിനകത്ത് വരുന്ന പ്രൈം ഫാക്ടേഴ്സ് ഏത് രണ്ട് നമ്പേഴ്സ് മാത്രമേ ഉള്ളൂ? 2ഉം 3യും മാത്രമേ ഉള്ളൂ. Okay, and we know the uniqueness of fundamental theorem guarantees that there is no other prime number occurs. അപ്പൊ 2ഉം 3യും അല്ലാതെ മറ്റൊരു പ്രൈം നമ്പറും ഈ 6 raised to n-ന്റെ പ്രൈം ഫാക്ടറൈസേഷനിൽ വരില്ല എന്ന് നമ്മുടെ ഫണ്ടമെന്റൽ തിയറം ഓഫ് അരിത്മെറ്റിക് ഗ്യാരണ്ടി ചെയ്യുന്നു അല്ലെ. എവറി കോമ്പോസിറ്റ് നമ്പർ ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് ദ പ്രോഡക്റ്റ് ഓഫ് പ്രൈം ആൻഡ് ദാറ്റ് ഫാക്ടറൈസേഷൻ ഈസ് യുണീക്ക്. ആ ഫാക്ടറൈസേഷൻ എന്ന് പറയുന്നത് യുണീക്ക് ആണ്. അതിനകത്ത് ഏതൊക്കെ പ്രൈം നമ്പേഴ്സ് ആണോ വന്നേക്കുന്നത് അതല്ലാതെ വേറെ ഒരു നമ്പറും അതിൽ വരില്ല എന്ന് ഫണ്ടമെന്റൽ തിയറം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് വെച്ച് നമുക്ക് പറയാം ഈ 6 raised to n എന്നിനി ഏത് നമ്പർ കൊടുത്താലും അതിന്റെ പ്രൈം ഫാക്ടറൈസേഷനിൽ വരുന്ന നമ്പേഴ്സ് 2ഉം 3യും മാത്രമേ ഉള്ളൂ. അവിടെ 5 എന്ന് പറയുന്ന ഒരു നമ്പർ വരില്ല. 5 വന്നെങ്കിലല്ലേ അത് ഡിവിസിബിൾ ബൈ 5 എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. സോ വി ക്യാൻ സേ ദാറ്റ് there is no natural number n such that 6 raised to n and with the digit 0. Now the next question, explain why 7 into 11 into 13 plus 13 and 7 into 6 into 5 into 4 into 3 into 2 into 1 plus 5 are composite numbers. Now നമുക്ക് ചെയ്യാം. ഇത് നിങ്ങൾ അതേ രീതിയിൽ ചെയ്തു നോക്കാം. So we need to show that we need to explain why 7 into 11 into 13 plus 13 is a composite number. അപ്പോൾ ഇവിടെ 7 into 11 into 13 ഒരു ടേം ആണ്. ഇവിടെ അടുത്തൊരു ടേം ഉണ്ട്. സോ ഇവിടെ രണ്ടിടത്തും ആര് കോമൺ ഉണ്ട്? 13 ഉണ്ട്. സോ വി ക്യാൻ ടേക്ക് ദാറ്റ് as common factor. അപ്പൊ പിന്നെ ഇവിടെ എന്ത് വരും? 7 into 11 plus 1. അവിടെ 13 കോമൺ എടുത്താൽ പിന്നെ അവിടെ 1 ഉണ്ട്. So that is equal to 13 into 7 into 11 is 77 plus 1. That is 13 into 77 plus 1 is 78. So that is equal to 78നെ നമുക്കൊന്ന് പ്രൈം ഫാക്ടർ ചെയ്യാം. So we can divide it with 2. 3 2s are 6, 9 2s are 18. Again we can divide it with 3. So 13 into 3. So 13, 1. So 78 can be written as 2 into 3 into 30. ഇതിനെ എഴുതുമ്പോൾ എങ്ങനെ എഴുതാം? 13 into 2 into 3 into 13. ഒന്നുകൂടെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ that can be written as 2 into 3 into 13 into 13. That is 7 into 11 into 13 plus 13 can be expressed as the product of prime factors. അല്ലേ? പ്രൈം നമ്പേഴ്സിന്റെ പ്രോഡക്റ്റ് ആയിട്ടാണ് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. 2ഉം 3യും 13 എന്ന് പറയുന്നത് പ്രൈം നമ്പേഴ്സ് ആണ്. പ്രൈം നമ്പേഴ്സിന്റെ പ്രോഡക്റ്റ് ആയിട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ആരെയാണ്? കോമ്പോസിറ്റ് നമ്പർ ആണ്. ഫണ്ടമെന്റൽ തിയറത്തിൽ പറഞ്ഞിട്ടുണ്ട്. എവറി കോമ്പോസിറ്റ് നമ്പർ ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് ദ പ്രോഡക്റ്റ് ഓഫ് പ്രൈം നമ്പർ. സോ വി ക്യാൻ സേ ദാറ്റ് ദിസ് ഇസ് എ composite number. 7 into 11 into 13 plus 13 is a composite number. Now the next question. There is a circular path around a sports field. Sonia takes 18 minutes to drive one round of the field while Ravi takes 12 minutes for the same. Suppose they both start at the same point and at the same time and go in the same direction. After how many minutes will they meet again at the starting point? There is a circular path around a sports field. Sonia takes 18 minutes to drive one round and Ravi takes 12 minutes. അപ്പോൾ ഈ സർക്കുലർ പാത്തിൽ കൂടെ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സോണിയ ടേക്സ് 18 minutes to complete one round. അപ്പോൾ ഒരേ സ്ഥലത്തു നിന്നാണ്, രണ്ടുപേരുടെയും സ്റ്റാർട്ടിംഗ് പോയിന്റ് ഒരു സ്ഥലത്തു നിന്നാണ്. അപ്പൊ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ തിരിച്ചെത്താൻ സോണിയ എടുക്കുന്ന ടൈം എന്ന് പറയുന്നത് 18 minutes ആണ്. ആൻഡ് രവി ടേക്സ് only 12 minutes to complete one round.
രവി ആണെങ്കിൽ 12 മിനിറ്റ് ആണ്. അപ്പൊ ഒരേ സമയത്ത് തന്നെയാണ് ഇവർ രണ്ടുപേരും ഈ പൊസിഷനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആൻഡ് ദേ ആർ ഇൻ സെയിം ഡയറക്ഷൻ, ഒരേ ഡയറക്ഷനിലാണ് രണ്ടുപേരും പോകുന്നത്. അപ്പൊ 12 മിനിറ്റ് കഴിയുമ്പോൾ രവി ഇവിടെ വരും, വീണ്ടും അടുത്ത 12 മിനിറ്റ് കഴിയുമ്പോൾ ഇവിടെ എത്തും. അതായത് 24 മിനിറ്റിൽ 12ന്റെ മൾട്ടിപ്പിൾസ് ആയിട്ടാണ് രവി ഓരോ റൗണ്ടും കംപ്ലീറ്റ് ചെയ്യുന്നത്. രവി ഓരോ റൗണ്ടും കംപ്ലീറ്റ് ചെയ്യുന്നത് 12ന്റെ മൾട്ടിപ്പിൾസ് ആണ്. അതുപോലെ സോണിയ ഓരോ റൗണ്ടും കംപ്ലീറ്റ് ചെയ്യുന്നത് 18ന്റെ മൾട്ടിപ്പിൾസ് ആയിട്ടാണ്. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ടുന്നത് ഇവര് രണ്ടുപേരും വീണ്ടും ഒരുമിച്ച് ഈ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ എത്തുന്ന ടൈമാണ്. അപ്പൊ രവി വരുന്നത് 12ന്റെ മൾട്ടിപ്പിൾസ് ആയിട്ടാണ്, സോണിയ 18ന്റെ മൾട്ടിപ്പിൾസ് ആയിട്ടാണ് വീണ്ടും ഈ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ എത്തുന്നത്. അതായത് നമുക്ക് ഈ 12ന്റെ മൾട്ടിപ്പിളിന്റെയും 18ന്റെ മൾട്ടിപ്പിളിന്റെയും കോമൺ, ദ ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ ആണ് കണ്ടുപിടിക്കുന്നത്. ദാറ്റ് ഈസ് വി നീഡ് ടു ഫൈൻഡ് ദ LCM ഓഫ് 12 ആൻഡ് 18. ഓക്കെ, അപ്പൊ ഇതേ രീതിയിൽ വേണം ആ ക്വസ്റ്റ്യൻ മനസ്സിലാക്കാൻ. ഒരാള് റൗണ്ട് കംപ്ലീറ്റ് ചെയ്യുന്നത് മൾട്ടിപ്പിൾസ് ഓഫ് 12ന്റെ അനുസരിച്ചാണ്, ഒരാൾ റൗണ്ട് കംപ്ലീറ്റ് ചെയ്യുന്നത് മൾട്ടിപ്പിൾസ് ഓഫ് 18 അനുസരിച്ചാണ്. വീണ്ടും രണ്ടുപേരും ഒരുമിച്ച് വരിക എന്ന് പറയുമ്പോൾ ആ രണ്ട് മൾട്ടിപ്പിൾസും ഒരുപോലെ വരിക, അതായത് കോമൺ മൾട്ടിപ്പിൾ ആൻഡ് ദ ലീസ്റ്റ് വൺ, ഏറ്റവും ആദ്യം വരുന്നതല്ലേ. സോ ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ. സോ വി നീഡ് ടു ഫൈൻഡ് ദ LCM ഓഫ് 12 and 18. Okay, so 12 can be written as 2 into 2 into 3, and 18 can be written as 2 into 3 into 3. So the LCM for 2 common factor ആണ്. അതിലെ ഹയസ്റ്റ് പവർ ആയിട്ടുള്ളത് 2 സ്ക്വയർ ആണ്. 2 സ്ക്വയർ into then 3 സ്ക്വയർ ആണ്. So 3 square, 2 square is 4, 3 square is 9, 9 fours are 36. So after 36 minutes, they will meet at the starting point. So 36 minutes ആകുമ്പോഴാണ് രണ്ടുപേരും വീണ്ടും സ്റ്റാർട്ടിംഗ് പോയിന്റിൽ കണ്ടുമുട്ടുന്നത്. 36 മിനിറ്റ് എന്ന് പറയുമ്പം സോണിയ എത്ര റൗണ്ട് കംപ്ലീറ്റ് ചെയ്യണം? സോണിയ നീഡ് ടു കംപ്ലീറ്റ് 2 റൗണ്ട് അല്ലെ. ആഫ്റ്റർ 2 റൗണ്ട്, അതായത് ഫസ്റ്റ് റൗണ്ട് 18 മിനിറ്റിൽ കംപ്ലീറ്റ് ചെയ്യും, വീണ്ടും കറങ്ങി വരുമ്പോൾ 36 മിനിറ്റ് ആവും. 2 റൗണ്ടാണ് സോണിയ കംപ്ലീറ്റ് ചെയ്യുന്നത്. രവി ആണെങ്കിൽ 3 റൗണ്ട്. 36 മിനിറ്റ് എന്ന് പറയുമ്പോൾ രവി നീഡ് ടു കംപ്ലീറ്റ് 3 റൗണ്ട്സ്. അപ്പൊ ഇവിടെ റൗണ്ട്സ് ചോദിച്ചിട്ടില്ല, ഒരുപക്ഷെ അങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതെങ്കിൽ ആ രീതിയിൽ എഴുതുക. ഇവിടെ ടൈം ആണ് ചോദിച്ചേക്കുന്നത്. സോ ആഫ്റ്റർ 36 മിനിറ്റ് they will meet at the starting point.